നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കടുക്ക, നെല്ലിക്ക, താന്നിക്ക ആയുർവേദത്തിൽ ത്രിഫല എന്ന ഗണത്തിൽപ്പെടുന്ന 3 മരുന്നുകളാണിത്. ഇതിലെ താന്നിക്കയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കോംബ്രറ്റേസിയ ഫാമിലിയിൽപ്പെടുന്ന താന്നിക്കയുടെ ശാസ്ത്രീയ നാമം ടെർമിനാലിയ ബെല്ലേറിക്ക എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ വിഭീതകി, അക്ഷം, ഭൂതാവാസം, കലിദ്രുമം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഈ വൃക്ഷം വളരെ സുലഭമാണ്. ഇന്ത്യയിലെ മരുഭൂമികളിലൊഴിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഈ വൃക്ഷം വന്യമായി വളരുന്നു. ആയുർവേദത്തിൽ ഉപയോഗത്തെ അധികരിച്ച് ഇതിനെ കാസഹര ഔഷധങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 20 മുതൽ 30 മീറ്റർ വരെ ഉയരമോ അതിലധികം ഉയരത്തിലോ കാണപ്പെടുന്ന ഒരു വലിയ വൃക്ഷമാണിത്. ഇതിൻ്റെ തടി ഗണ്യമായ ഉയരം വരെ അശാഖിതവും നേരെ മേൽപോട്ട് കുത്തനെ വളരുന്നതുമാണ്. എന്നാൽ മുകൾ ഭാഗത്ത് നാനാവശത്തേക്കും ധാരാളം ശാഖകളോടുകൂടി വിസ്തൃതമായും കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾക്ക് കടും പച്ച നിറമുള്ളതും സമുഖമായോ ഉപസമുഖമായോ ക്രമീകരിച്ചിരിക്കുന്നതുമാണ്. ഇവയ്ക്ക് ഏകദേശം 10 മുതൽ 18 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾക്ക് നല്ല കട്ടിയുമുണ്ടായിരിക്കും. മഞ്ഞുകാലത്തും വേനൽക്കാലത്തും ഇത് ഇല പൊഴിക്കുന്നു. പത്രകക്ഷത്തിനുണ്ടാകുന്ന പുഷ്പമഞ്ജരിയിൽ ചെറുതും വിളറിയ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ളതുമായ പൂക്കൾ ഉണ്ടാകുന്നു. പൂക്കൾക്ക് രൂക്ഷഗന്ധമാണ്. പൂക്കുലയുടെ മുകൾ ഭാഗത്ത് ആൺപുഷ്പങ്ങളും താഴ്ഭാഗത്ത് ദ്വിലിംഗ പുഷ്പങ്ങളുമാണ് കാണപ്പെടുന്നത്. 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന മാംസളമായിട്ടുള്ള ഫലങ്ങൾ തവിട്ടു നിറമുള്ള രോമങ്ങളാൽ ആവൃതമാണ്. ഇതിൻ്റെ ഒരു കായിൽ ഒരൊറ്റ വിത്തേ ഉണ്ടാവുകയുള്ളൂ. ഈ ഫലമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം. ഇതിൽ ധാരാളമായി ഗാലോടാനിക് അമ്ലം, ടാനിൻ, റെസിൻ, ഗ്ലൂക്കോസൈഡ്, ഫ്രക്ടോസ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. കഷായ തിക്തരസവും മധുരവീര്യവുമാണ് താന്നിക്കയുടേത്. ഇത് ത്രിദോഷഹരമായിട്ടുള്ളൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആയുർവേദ ഗുണങ്ങൾ ഇതിനുണ്ട്. ചുമ, മലബന്ധം, പനി എന്നിവയിലെല്ലാം ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ഇതുകൊണ്ടുണ്ടാക്കുന്ന എണ്ണ തലമുടിക്ക് കറുപ്പും പുഷ്ടിയും നൽകുന്നു. കൂടുതലായിട്ടുള്ള താന്നിക്കയുടെ ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. വിഭീതകം അല്ലെങ്കിൽ ഈ താന്നിപ്പട്ട, താന്നി സമൂല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധയോഗം തലമുടിക്കാണ്. സ്ത്രീകൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ചെടിയാണെന്ന് പറയാം. കാരണം ഈ തലമുടി വളരാൻ ഈ താന്നി ഇട്ട് മൂപ്പിച്ച എണ്ണ തേച്ചാൽ ഈ തലമുടി കറക്കും ചെയ്യും, നല്ലപോലെ വളരും ചെയ്യും. അതുപോലെ ഈ ചേർക്കുരുവിൻ്റെ ഈ അലർജിക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആയുർവേദത്തിലെ ഗുൽഗുലീർത്ത ഘൃതം അല്ലെങ്കിൽ വരളാതി ഇതൊക്കെ കഴിച്ചാൽ മേലെ ചൊറിഞ്ഞു പൊന്തും. അതുപോലെ ചേരിൻ്റെ മരത്തിൻ്റെ താഴേക്കൂടെ പോയാൽ ചില ആൾക്കാർക്ക് മേലെ ചൊറിഞ്ഞു പൊന്തും. അപ്പോൾ ഈ താന്നിപ്പട്ട കഷായം വെച്ചിട്ടാണ് മേലെ കഴുകി കഴിഞ്ഞാൽ ചൊറിച്ചിൽ അപ്പം നിൽക്കും.